നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ ഫിഫ വേൾഡ് കപ്പിൻ്റെ തന്നെയാണ് കേട്ടോ. ഇന്ന് കേരളത്തിലും ലോകമെമ്പാടും ഇന്ന് ഫുട്ബോൾ മയമാണ്, സർവ്വ ഫുട്ബോൾ മയമാണ്. ലോകത്തിലെ മുക്കിലും മൂലയിലും ഇന്ന് ഫിഫ വേൾഡ് കപ്പ് ആഘോഷിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഇന്ന് ഫുട്ബോൾ വേൾഡ് കപ്പ് ആവേശവും ആഹ്ലാദവും സന്തോഷമൊക്കെയാണ്. ഇപ്പം സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ആഹ്ലാദവും ഒക്കെ അറിയിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ട ടീമിൻ്റെ റീൽ ചെയ്യുന്നു, ഫോട്ടോസ് ഇടുന്നു. അങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ലോകമെമ്പാടും നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഫുട്ബോളിൽ ഒരുപാട് ആളുകൾക്ക് ആരാധകരുണ്ട്. ഇപ്പം മെസ്സി ഉണ്ട്, ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ട്, നെയ്മർ ഉണ്ട്. അതുപോലെ ഒരുപാട് മികച്ച കളിക്കാരോട് ആരാധനയുള്ള ആളുകളുണ്ട്. ആ ആരാധന കൊണ്ട് പ്രയോജനം ഉണ്ടായിട്ടുള്ള ഒരുപാട് ആളുണ്ട്. കൂടുതലും സാധാരണക്കാർക്കാണ്. അവരുടെ അവരെ ഒരു മോട്ടിവേഷനാക്കി പല ഗുണങ്ങളും അവർക്ക് നേടുന്നുണ്ട്. ഇപ്പം ഫിറ്റ്നസിൻ്റെ കാര്യത്തിലാണെങ്കിലും, ഡിസിപ്ലിൻ്റെ കാര്യത്തിലാണെങ്കിലും, ലൈഫ് സ്റ്റൈലിൻ്റെ കാര്യത്തിലാണെങ്കിലും, അതുപോലെ ലക്ഷ്യങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഇവരെ മാതൃകയാക്കണം, ഇവരുടെ പാത പിന്തുടരുകയാണ് ഒരുപാട് ആളുകൾ. ഇപ്പോൾ ഫുട്ബോൾ ആരാധകരൊക്കെ ആയിക്കോട്ടെ. അതുപോലെ തന്നെ ഫുട്ബോളിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു. മത്യൂസ് സിൻഡറിൻ്റെ ഓസ്ട്രേലിയൻ ടീമിനെ വണ്ടർ ടീമാക്കി മാറ്റിയതും, അതുപോലെ തന്നെ ഒരു മെലിഞ്ഞ മനുഷ്യൻ ലോകം അറിയുന്ന ഒരു ഫുട്ബോളറായതും, അതുപോലെ തന്നെ ഹിറ്റ്ലറിൻ്റെ തന്ത്രങ്ങളെ ബഹിഷ്കരിച്ചൊക്കെ ചരിത്രം എഴുതിയൊരു ആളായിരുന്നു മത്യൂസ് സിൻഡർ. അതുപോലെ തന്നെ ഒരുപാട് ആളുകളുണ്ട് ഫുട്ബോളിൽ ചരിത്രം എഴുതിയവർ. മറഡോണ ഉണ്ട്, പെലെയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു പുതുതലമുറ, പ്രത്യേകിച്ചും 2000, 2001, 2002 ഈ കാലത്തിലൊക്കെ ജനിച്ച ആളുകൾ ഫിഫ വേൾഡ് കപ്പ് പരിചിതമായത് 2014 തൊട്ടാണ്. ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇതിനെപ്പറ്റി അറിയുന്നത് 2014. ഞാൻ ജനിച്ച 2000-ലാണ്. പക്ഷേ ഈ ഫുട്ബോളിൻ്റെ ഈ ഫിഫ വേൾഡ് കപ്പിൻ്റെ ഇതൊക്കെ ഫുട്ബോളിനെ പറ്റി അറിയാം, പക്ഷേ ഫിഫ വേൾഡ് കപ്പിനെ പറ്റി ഒരു പരിചിതമായത് 2014-ലാണ്. അന്ന് എനിക്ക് ടീമിനെ പറ്റിയൊന്നും അറിയത്തില്ല. ആ സമയത്ത് ഞാൻ ബ്രസീലിനെയാണ് എടുത്തത്. നെയ്മറായിരുന്നു അന്ന് ബ്രസീലിൻ്റെ ടോപ്പ് പ്ലെയർ. അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ഒരു ജനശ്രദ്ധ കിട്ടിയിട്ടുള്ള ഒരു വസ്തുവാണ് ബ്രസീലിൻ്റെ ബ്രസൂക്ക എന്ന് പറഞ്ഞ ബോൾ. ആളുകൾക്ക് ഒരുപാട് ഇഷ്ടമായി, കാരണം അതിൻ്റെ മോഡൽ, അതിൻ്റെ പേരൊക്കെ ഇഷ്ടമായി. അങ്ങനെ എനിക്കൊന്ന് ജനകീയമായിട്ടുള്ളൊരു ഫിഫ വേൾഡ് കപ്പ് 2014-ലാണ്. ഈ 2K കിഡ്സിൻ്റെ. ഇപ്പോൾ 80-ലും 90-ലൊക്കെ ജനിച്ച ആളുകൾക്ക് അറിയാം. ഇപ്പോൾ 94-ലുണ്ട്, 98-ഉണ്ട്, 2002-ഉണ്ട്, 2006, 2010. 2010-ലെ ഫിഫ വേൾഡ് കപ്പിൻ്റെ ഇതിലിറങ്ങിയാണ് വക്ക വക്ക സോങ്. അത് ഞാൻ കേട്ടിട്ടുള്ളതാണ്. പക്ഷെ അതിൻ്റെ എന്തിൻ്റെ ഇതിലാണ് ആ പാട്ട് വന്നതെന്ന് എനിക്ക് അങ്ങനെ അറിയത്തില്ല. പിന്നെ സ്കൂളിലൊക്കെ കുട്ടികൾക്ക് ഡാൻസിന് ആ പാട്ടായിരുന്നു അന്നത്തൊക്കെ ഉപയോഗിച്ചത്. ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ 2018 എനിക്ക് തോന്നുന്നത് ഞാൻ അറിഞ്ഞില്ല. എൻ്റെ ഇതിൽ എനിക്ക് അറിഞ്ഞു പോലില്ല അത് വേൾഡ് കപ്പ് വന്നതും ഏത് രാജ്യത്താണ് കളി നടന്നതെന്നും ഏത് രാജ്യമാണ് കപ്പ് കൊണ്ടുവന്നതെന്നും ഞാൻ അറിഞ്ഞില്ല. എനിക്കത് അന്ന് അറിയാൻ പറ്റില്ല. പിന്നീട് ഞാൻ അറിഞ്ഞത് കുറച്ച് നാൾ മുമ്പാണ്. അന്ന് റഷ്യയിലായിരുന്നു കളി നടന്നത്. അന്ന് ഫ്രാൻസാണ് കപ്പ് കൊണ്ടുവന്നതൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അതൊരു ജനകീയമായിട്ടുള്ളൊരു ഫിഫ വേൾഡ് കപ്പ് ആണെന്ന് എനിക്ക് സംശയമുണ്ട്. എനിക്ക് അത്രയും വർഷം ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ ജനകീയമായിട്ടുള്ളൊരു ഫിഫ വേൾഡ് കപ്പ് വന്നത് 2022-ലാണ്. അന്ന് ഖത്തറിലായിരുന്നു കളി നടന്നത്. അന്നത്തെ ഫിഫ വേൾഡ് കപ്പ് ഫൈനൽ ലോക ശ്രദ്ധ നേടിയിട്ടുള്ളൊരു ഫൈനലായിരുന്നു. ഇപ്പം കേരളത്തിൽ തന്നെ ഒരുപാട് സെലിബ്രിറ്റീസ് ഖത്തറിൽ പോയി കളി കണ്ടായിരുന്നു. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ന്യൂസ് മീഡിയയിലും ഒക്കെ ഈ ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനലായിരുന്നു ട്രെൻഡിങ് ആയിട്ട് നിന്നത്. അപ്പോൾ ആലപ്പുഴ ബീച്ചിൽ വലിയ സ്ക്രീൻ വെച്ച് അവിടെ അത് ലൈവ് കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ജനകീയമായിട്ടുള്ളൊരു ഫിഫ വേൾഡ് കപ്പ് ഫൈനലാണ് 2022 നടന്നത്. അന്ന് അർജൻറ്റീന 3 ഗോളാണ് അടിച്ചത്. അർജൻറ്റീന
പക്ഷേ ഫ്രാൻസിനെ എത്തിച്ചത് 3-3 സമനിലമാക്കിയത് എംബാപ്പയുടെ മിടുക്കൊണ്ടാണ്. കാരണം അല്ലായിരുന്നെങ്കിൽ എംബാപ്പെ അത് 3-ൽ എത്തിച്ചില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ വലിയ ടെൻഷനൊന്നുമില്ലാതെ അർജന്റീന കപ്പ് കൊണ്ടുതന്നെ. പക്ഷേ എംബാപ്പയുടെ മിടുക്ക് കൊണ്ട് 3-3 പക്ഷേ ഫ്രാൻസിന് പിഴച്ചത് പെനാൽറ്റി ഷൂട്ടിലാണ്. അർജന്റീന 3 ഷോട്ടുകളും കൃത്യമായിട്ട് ഗോൾ പോസ്റ്റ് തന്നെ അടിച്ചിട്ട്, പക്ഷേ ഫ്രാൻസിൻ്റെ 3 ഷോട്ടും അവർ പാഴാക്കി കളഞ്ഞു. അങ്ങനെയാണ് അർജന്റീന 2022 കപ്പ് തൂക്കുന്നത്. അന്ന് ഞാൻ പറഞ്ഞ ലോകമെല്ലാം കാത്തിരിക്കുമായിരുന്നു ആരാണ് വിജയികളാകാൻ പോകുന്നത്. ഫ്രാൻസിന് തുടർച്ചയായി 2ാമത് കപ്പ് നേടുക, അല്ലെ അർജന്റീന ജയിക്കുമോ എന്നൊക്കെയായിരുന്നു. അങ്ങനെ അർജന്റീന ജയിച്ചപ്പോൾ ലോകമെമ്പാടും ആഘോഷിച്ചു. അപ്പോൾ ആ ഒരു ആഘോഷത്തിൻ്റെ ഒരു കഥയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. മൊണ്ടൈൻ്റെ കിക്ക്, എന്തൊരു നിമിഷമായിരുന്നു അത്. ലോകകപ്പ് കിരീട വിജയത്തിനു പിന്നാലെ ലുസൈൽ ബോളർവാഡിലൂടെ അർജന്റീന ടീമിൻ്റെ വിക്ടറി മാർച്ച്. അർജന്റീന കിരീടമണിഞ്ഞ 2022 ലോകകപ്പ് വേദിയായ ദോഹ നിയോഗങ്ങളുടെയും അതിശയങ്ങളുടെയും സംഗമഭൂമിയായിരുന്നു. ചരിത്രത്തിലെ ആദ്യത്തെയും അവസാനത്തെയും ജനകീയ ലോകകപ്പ് അനുഭവവാജ്യമായ കാരണങ്ങൾ തന്നെയാണ് ആ വിശ്വാസത്തിനുള്ള നിദാനം. ഫൈനലിൽ ഫ്രാൻസിനെതിരെ പെനാൽറ്റി ഷൂട്ടിൽ ഗോൺസാലോ മൊണ്ടൈൻ അർജന്റീനയുടെ വിജയ കിക്ക് എടുക്കുന്നു. ചന്തമുള്ള ഏതോ ഒരു മുഹൂർത്തങ്ങളാണ് ഖത്തർ സമ്മാനിച്ചത്. കന്നറയുടെ രാജകുമാരൻ നെയ്മറിൻ്റെ കണ്ണീര്, നിസ്സഹായതയോടെ നിലവിളിയുമായി വൈബെഞ്ചിലിരിക്കേണ്ടി വന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ. ഈ ഒരു കഥയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒന്ന് വായിച്ചപ്പോൾ ചെറിയൊരു തെറ്റോ അല്ലെങ്കിൽ ഒരു പതറിച്ചലോ വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ ക്ഷമിക്കുക. ഈ പുസ്തകത്തിൽ ഈ ഒരു കഥയിൽ ഞാൻ വായിച്ചതിൽ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ബ്രസീലിൻ്റെ ഇതാണെങ്കിലും ഫ്രാൻസിൻ്റെ വിഷമമാണെങ്കിലും അതുപോലെ തന്നെ അർജന്റീനയുടെ ആഹ്ലാദത്തിൻ്റെ ഒരു ഇതാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്. അവർ ആ പെനാൽറ്റി ഷൂട്ടിൻ്റെ ഇതൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അങ്ങനെ ഫുട്ബോൾ 2022 ഫൈനലിൻ്റെ കഥയെ പറ്റിയിട്ടുള്ള ചെറിയൊരിത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ അല്ലെങ്കിൽ എൻ്റെ ഇപ്പോഴത്തുള്ള ഈ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രധാനപ്പെട്ട ഇതൊന്നുമല്ല. ഒരു സിമ്പിളായിട്ടാ കാണുന്നവർക്ക് ബോറടിക്കാതെ വൈകുന്നേര സമയത്ത് ഒരു ഫ്രീ സമയത്ത് ചായയോടൊപ്പം കാണാൻ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയും ഒരു വെറുപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ പറയാറില്ല. പകരം വളരെ സമാധാനത്തോടെ കേൾക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പൊതുവേ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാലോ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്, കണ്ടൻറ്റുകളാണ് ഇൻസ്റ്റഗ്രാമും യൂട്യൂബൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നത്. നമുക്കൊരിക്കലും അങ്ങനത്തെ ചെയ്യാൻ പറ്റില്ല. എല്ലാവരും ഒരേപോലെ പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു മടുപ്പാവും. അതിന് പകരം നല്ലതെന്ന് പറഞ്ഞാൽ ഇതായിട്ടല്ല, ഭയങ്കര ഇത് നല്ലതല്ല, ഒരു മടുപ്പ് തോന്നാത്ത രീതിയിലുള്ള വീഡിയോ ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇനിയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അപ്പം ഒരുപാട് നേരം ഞാൻ സംസാരിച്ചാൽ നിങ്ങൾക്ക് ബോറാവും, പറയുന്ന എനിക്കും മടുപ്പാവും. അപ്പം രണ്ടോന്ന് തന്നെയാണ് കേട്ടോ, പറയുന്ന എനിക്കൊരു ഇത് കാണും. അപ്പം നമുക്കിനി ഫിഫ വേൾഡ് കപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വരാം. അപ്പോൾ നമുക്ക് അതുവരെ ബൈ.